തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങൾ. വിജയകാന്തിന്റെ പാർട്ടി DMK-യുമായി കൈകോർത്തിരിക്കുന്നു. DMDK ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. NDAയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നിർണായകമായ നീക്കം. DMDKയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകിയേക്കും. വിനീത വേണു വിവരങ്ങൾ നൽകും. വിനീത, വലിയ നാടകീയമായ നീക്കമാണല്ലോ. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്? സ്മൃതി, വെരി ഗുഡ് മോർണിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയ നീക്കങ്ങൾ എന്നത് ഓരോ നിമിഷവും മാറി മറിയുകയാണ്. ഇതാ NDAയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്ന BJP അത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചിരുന്ന DMDK ഇപ്പോഴത്തെ DMK സഖ്യത്തിൽ ചേർന്നിരിക്കുന്നു. ഏറ്റവും വലിയൊരു നിർണായക നീക്കം എന്ന് പറയണം. കാരണം വിജയകാന്ത് എല്ലാ കാലത്തും എതിർത്തിരുന്ന DMKയ്ക്കൊപ്പം ഇതാ DMDK കൈകോർക്കുന്നു എന്നതാണ്. ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്തിന്റെ ഭാര്യയാണ്. അവർ DMK ആസ്ഥാനത്ത് തന്നെ എത്തി മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. സ്റ്റാലിൻ നേരിട്ടെത്തി ഇവരെ സ്വീകരിച്ചു എന്നതും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. മിന്നൽ നീക്കം എന്ന് തന്നെ നമ്മൾ പറയണം. കുറേ ദിവസമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ DMDK മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നതിൽ DMKയ്ക്ക് ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ മറുഭാഗത്ത് TVK ഉയർത്തുന്ന വെല്ലുവിളി, വിജയ് ഉയർത്തുന്ന വെല്ലുവിളി, അതിനെ നേരിടാൻ വിജയകാന്തിന്റെ പഴയ പ്രതാപം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ച് ആ രീതിയിൽ ഒരു പ്രചരണം കൂടി നടത്താമെന്ന് കണക്ക് കൂട്ടിയാണ് ഇപ്പോൾ DMK പ്രേമലത വിജയകാന്തിനെയും DMDKയെയും കൂടെ കൂട്ടിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NDA വലിയ രീതിയിൽ DMDKയെ പാളയത്തിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ DMKയുമായി സഖ്യം ഉറപ്പിച്ചിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് നൽകും എന്നതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകളും ഉടൻ നടത്തുകയാണ്. പ്രേമലത പറഞ്ഞ ആദ്യത്തെ പ്രതികരണം DMK സഖ്യം, അതായത് ഞങ്ങൾ ഉൾപ്പെടുന്ന സഖ്യം 200-ലധികം സീറ്റ് നേടി വലിയ വിജയം നേടും എന്നതാണ് പറയുന്നത്. 2016-ൽ തന്നെ വിജയകാന്ത് ഇത്തരത്തിലൊരു മുന്നണി ആഗ്രഹിച്ചിരുന്നു. അതിപ്പോൾ സാധ്യമാകുന്നു എന്നതാണ് പ്രേമലത പറയുന്നത്. സീറ്റുകളുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകും. രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ക്യാപ്റ്റന്റെ അടുത്ത സുഹൃത്തായിരുന്നു സ്റ്റാലിൻ എന്നുകൂടി പറഞ്ഞു വെക്കുന്നു പ്രേമലത. ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കമായി ഇത് വിലയിരുത്തപ്പെടുകയാണ്. ഇനി സീറ്റ് വിഭജനമൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും കാര്യങ്ങൾ എന്നുകൂടി കാത്തിരുന്ന് കാണാം. സ്മൃതി. ശരി, വിനീത വേണുവാണ് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.